ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് സി എം പങ്കിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള മാച്ച് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ മെയിൻ ഇവന്റിൽ ഫാറ്റൽ 4-way മാച്ചും കൺഫേം ചെയ്തതും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിരുന്നു. വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയോമി വേഴ്സസ് ഇയോ സ്കൈ. എന്നാൽ നയോമി മെഡിക്കലി ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മാച്ച് WWE ഒഴിവാക്കിക്കൊണ്ട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി റോക്സാൻ പെരസിനും ഇയോ സ്കൈക്കും ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡിൽ. ഇനി സി എം പങ്ക് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. സി എം പങ്ക് സെത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് 12 വർഷത്തിനൊക്കെ ശേഷം സി എം പങ്ക് WWE വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത സമയത്ത് സെത്ത് റോളൻസ് വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ചെയ്ത് ചാമ്പ്യനായ കാര്യത്തെപ്പറ്റി അതായത് സി എം പങ്ക് പറയുന്നുണ്ട്, മണി ഇൻ ദി ബാങ്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ഇൻ ചെയ്യാം, അതൊന്നും നമ്മൾക്ക് പ്രശ്നമല്ല. എന്നാൽ സെത്ത് കള്ളത്തരം കാണിച്ച അല്ലെങ്കിൽ ഒരു കള്ളനായിക്കൊണ്ടാണ് അങ്ങനെയെല്ലാം ചെയ്തത്, കാലൊടിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പറ്റിച്ചാണ് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തത്. പിന്നെ ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ചിനായിട്ട് ഞാനാണ് വരേണ്ടത്, എന്നാൽ മറ്റുള്ളവർക്കാണ് അവസരമെല്ലാം കിട്ടുന്നത് എന്ന ടൈപ്പിലും സി എം പങ്ക് പറയുന്നുണ്ട്. പിന്നീട് അവസാനം സി എം പങ്ക് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് സെത്ത് റോളൻസിനോട് വീണ്ടും ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം തരാനായിട്ട്, അതായത് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം തന്നു കഴിഞ്ഞാൽ സെത്ത് റോളൻസിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് താൻ വിൻ ചെയ്ത് ആ ഒരു പ്രതികാരമെല്ലാം തീർക്കും, ഈ ഒരു ടൈപ്പിലൊക്കെ. അതേസമയം അവിടെ LA നൈറ്റ് വരുന്നുണ്ട്. വന്നതിന് ശേഷം രണ്ടുപേരും കൈ കൊടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ LA നൈറ്റ് പറയുന്നത്, എനിക്ക് കിട്ടിയ വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ അവസരം നീ ഇല്ലാതെയാക്കി എന്നാണ്, ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സെത്തിനെ ഞാൻ തോൽപ്പിച്ചേനെ എന്ന് LA നൈറ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്കല്ല റീമാച്ച് വേണ്ടത്, എനിക്കാണെന്നും LA നൈറ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ റീമാച്ച് കഴിഞ്ഞ് ഞാൻ ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്താൽ നിനക്ക് മാച്ച് തരാം എന്നൊക്കെ. അപ്പോൾ തന്നെ സി എം പങ്ക് അതെല്ലാം സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് സി എം പങ്ക് പറയുന്നത്, അവൻ നിന്നെ മാച്ചിന്റെ അവസാനം കോൺക്രീറ്റിൽ കൊണ്ടുപോയി ഫസ്റ്റ് സ്റ്റാമ്പ് ചെയ്യാൻ നോക്കി, അപ്പോഴാണ് ഞാൻ വന്നത്, ഞാൻ വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ അവൻ ഭയങ്കരമായും അറ്റാക്ക് ചെയ്തേനെ, ശരിക്കും നീ എന്നോട് താങ്ക്സ് പറയേണ്ടതാണ് എന്നൊക്കെ സി എം പങ്ക് പറയുന്നുണ്ട്. അതുപോലെ സി എം പങ്ക് അവസാനം പറഞ്ഞത്, ഞാൻ ചാമ്പ്യൻഷിപ്പ് മാച്ചിനാണ് പോകുന്നത്, അല്ലാതെ നീയല്ല, ഞാൻ ചാമ്പ്യൻഷിപ്പ് മാച്ചിന് പോയിട്ട് അവനെ തോൽപ്പിച്ചതിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പോൾ ഹേമൻ, ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ വരുന്നുണ്ട്. വന്നതിന് ശേഷം എപ്പോഴത്തെയും പോലെ ഇവരാണ് ഫ്യൂച്ചർ, റെസൽമേനിയ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് സി എം പങ്ക് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെയൊന്നുമല്ല സെത്തിനെയാണ് ഇവിടെ പ്രതീക്ഷിച്ചത് എന്ന്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട്, സെത്തൊന്നും ഇന്ന് വന്നിട്ടില്ല. അങ്ങനെ ഇവർ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ സി എം പങ്ക് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവരെ കൊണ്ടുപോയിക്കോ, ഇല്ല എങ്കിൽ അതായത് സി എം പങ്കിന്റെ കൂടെ ബ്രോൺ ബ്രേക്കറോ ബ്രോൺസൺ റീഡോ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതെയാക്കും എന്നൊക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം സംസാരിച്ചെത്തിയ സമയത്ത് ഇതൊരു ടാഗ് ടീം മാച്ചിലേക്ക് ചെന്നെത്തി. അതായത് ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ വേഴ്സസ് LA നൈറ്റ് ആൻഡ് സി എം പങ്ക്, ഇവർക്കൊരു ടാഗ് ടീം മാച്ചാണ് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കൺഫേം ചെയ്തത്, അതും മെയിൻ ഇവന്റ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത്. ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് ഒരു ടാഗ് ടീം മാച്ചാണ്. AJ സ്റ്റൈൽസ് ആൻഡ് ഡ്രാഗൺ ലീ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ. അപ്പോൾ ഇവർക്ക് ജസ്റ്റ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഒക്കെ കാണിച്ചിരുന്നു, ജഡ്ജ്മെന്റിന്റെ ടീം എൽ ഗ്രാൻഡെ അമേരിക്കാനോ എല്ലാം സംസാരിക്കുന്നതായിട്ട്. എന്നിട്ടൊക്കെയാണ് ഈ ഒരു മാച്ച് വെച്ചിട്ടുള്ളത്. ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്, നല്ല ലെങ്ത് ഈ മാച്ചിനുണ്ടായിരുന്നു. അതുപോലെ ഈ മാച്ചിന്റെ അവസാനത്തിൽ AJ സ്റ്റൈൽസ്, ഡ്രാഗൺ ലീ ഇവരുടെ ടാഗ് ടീം വർക്കും എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോക്ക് AJ സ്റ്റൈൽസ് സ്റ്റൈൽ ക്ലാഷ് കൊടുത്തതെല്ലാം വേറെ ലെവലായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മാച്ച് അവർക്ക് വിൻ ചെയ്യാൻ സാധിച്ചില്ല. അതായത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ മാസ്കിന്റെ ഉള്ളിൽ ആ ഒരു മെറ്റൽ പ്ലേറ്റ് എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് AJ സ്റ്റൈൽസ് തട്ടിക്കളഞ്ഞു. അടുത്ത സെക്കൻഡിൽ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ മറ്റൊരു മുഖംമൂടി ഇട്ടുകൊണ്ട് ആ ഒരു മെറ്റൽ പ്ലേറ്റ് മുഖംമൂടിക്കുള്ളിൽ കയറ്റി വെച്ച് AJ സ്റ്റൈൽസിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഡൊമിനിക് ആൻഡ് എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അപ്പോൾ AJ സ്റ്റൈൽസിനെ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് കൊണ്ട് അടുത്ത മാച്ചിൽ ചാമ്പ്യൻഷിപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഈ മാച്ച് റോൾ പിൻ മൂലമാണ് വിൻ ചെയ്തത്, അത് ഞാൻ പറയാൻ വിട്ടു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ സാമി സെയിൻ, ഷെയ്മസ് സംസാരിച്ചു. അപ്പോൾ സാമി സെയിൻ പറയുന്നത് റൊസേയുമായിട്ട് നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയാണ്. അതായത് ആ മാച്ചിലൊന്നും
ഷെയ്മസ് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നം കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാനായിട്ട് അത് ഷെയ്മസ് സമ്മതിക്കുന്നുമുണ്ട്. എന്നിട്ട് ഷെയ്മസ് പറയുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ള മാച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ ഒന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചുകൊണ്ട് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാതെയാണ് ഈ സെഗ്മെന്റ് പോയത്. പിന്നീട് സാമി സെയിൻ വേഴ്സസ് റുസീവ് ഇവർക്ക് തമ്മിലുള്ള മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് സാമി സെയിൻ മാച്ച് വിൻ ചെയ്യാൻ പോയ സമയത്ത് യുണൈറ്റഡ് ചാമ്പ്യൻ സോളോ സിക്കാവ ടീം വന്നുകൊണ്ട് സാമി സെയിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് മാച്ചെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ശേഷം ഇവർ സാമി സെയിനെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പോയി. അതേസമയം തന്നെ ഷെയ്മസ് വന്നുകൊണ്ട് റുസേവിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഫാൻസിൻ്റെ ഇടയിൽ പോയി ഫൈറ്റ് ചെയ്ത് റുസേവ് ഷെയ്മസ് ഇവരുടെ ഫ്യൂഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാഷ് ഇൻ പാരീസിൽ ഇവർക്ക് മാച്ച് കിട്ടുമെന്നാണ് പ്രതീക്ഷ. നോക്കാം. പിന്നീട് ഇയോ സ്കൈ വേഴ്സസ് റോക്സാൻ പെരസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. രണ്ടു പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. എന്നാൽ ഈ മാച്ചിൻ്റെ അവസാനം ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടന്നു. അതായത് കൈരി സെയിൻ ആസ്ക ഇയോ സ്കൈ ഇവർക്കൊരു സ്പാർക്ക് വരുന്നത് പോലെ കാണിച്ചിരുന്നു മാച്ചിൻ്റെ അവസാനത്തിൽ. അതായത് കൈരി സെയിനും ആസ്കയും ഇയോ സ്കൈ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ അത് ബാക്ക് ഫയർ ആയിക്കൊണ്ട് ആ മാച്ചിൻ്റെ അവസാനത്തിൽ അവരവസരം ഉപയോഗിച്ച് റോക്സാൻ പെരസ് ഇയോ സ്കൈയെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ റോക്സാൻ പെരസ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ആസ്ക, ഇയോ സ്കൈ, കൈരി സെയിൻ ഇവർക്കൊരു സ്പാർക്കും ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു. എന്തായാലും നോക്കാം, നല്ല രീതിയിൽ ഇവരുടെ സ്റ്റോറി ലൈൻ പോകും. അടുത്ത മാച്ച് വുമൻസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് IC ചാമ്പ്യൻ ബെക്കി ലഞ്ച് വേഴ്സസ് ആൽഫ അക്കാഡമി ടീമിലെ മാക്സി ഡുപ്രി ഇവർക്കാണ് ഈ ഒരു മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി വളരെ സിമ്പിളായിട്ട് മാച്ച് വിൻ ചെയ്തു. അതുപോലെ നെറ്റാലിയനും അറ്റാക്ക് ചെയ്ത് അവിടെ നിന്നും പോയി. അതിനുശേഷം റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് CM പങ്ക് ആൻഡ് LA നൈറ്റ് വേഴ്സസ് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായി തന്നെയാണ് ഈ മാച്ച് മുന്നോട്ട് പോയത്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മാച്ചിലും ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയില്ല. അതായത് CM പങ്ക് ടീം ഗോ ടു സ്ലീപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസ് റിങ്ങിൽ വന്ന് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്ത് മാച്ച് അവിടെ വെച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കി. എന്നിട്ട് ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് തിരിച്ചടിക്കാൻ പറ്റാതെയാകുമ്പോൾ ജെയ്യൂസോയാണ് വന്നത്. ജെയ്യൂസോ ചെയറുമായി വന്ന് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്ത് പങ്ക് ആൻഡ് LA നൈറ്റ് ഇവരെ സേവ് ചെയ്തു. അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ആഡം പിയേഴ്സ് വന്നുകൊണ്ട് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ക്ലാഷ് ഇൻ പാരീസിൽ നടക്കും എന്നാണ്. അതായത് സെത്തിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഫാറ്റൽ 4-way മാച്ച് ആയിട്ട് നടക്കുമെന്ന്. LA നൈറ്റ് CM പങ്ക് ജെയ്യൂസോ ഇവരുടെ കൂടെ മാച്ച് നടക്കുമെന്ന്. അപ്പോൾ ജെയ്യൂസോനെയല്ല ഈ മാച്ചിൽ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ടാഗ് ടീം മാച്ച് നടക്കുകയാണെങ്കിലും പ്രതീക്ഷിച്ചത് റോമൻ റെയിൻസിനെയാണ്. പക്ഷേ ക്ലാഷ് ഇൻ പാരീസിൽ റോമൻ റെയിൻസിന് ഇങ്ങനെ പോയ മാച്ച് ഉണ്ടാകുമോ എന്നൊരു ഡൗട്ടും വന്നിട്ടുണ്ട്. എന്തായാലും നെക്സ്റ്റ് വീക്ക് റോമൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം എന്താ സംഭവിക്കുക എന്ന്. അപ്പോൾ ജെയ്യൂസോനെ ആഡ് ചെയ്തത് കുഴപ്പമില്ല, പക്ഷെ നമുക്കവിടെ റോമൻ റെയിൻസിനെയാണ് വേണ്ടത്. കാരണം ജെയ്യൂസോയൊന്നും ഈ സീനിലേ ഇല്ല. കഴിഞ്ഞ ആഴ്ച വരെ റോമൻ റെയിൻസ് ആണ് വന്ന് സെഗ്മെന്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി പോയത്. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ റോമനേക്കാൾ മാസ് കാണിച്ചുകൊണ്ട് ജെയ്യൂസോ വന്ന് ഈ മാച്ചിൽ ആഡായിട്ട് സെറ്റ് ആവാത്തത് പോലെ തോന്നി. അപ്പോൾ എന്ത് പ്ലാനാണ് ചെയ്യുന്നത്? ഇനി ടാഗ് ടീം മാച്ചൊക്കെ സർവൈവൽ സീരീസിലേക്ക് വേണ്ടി മാറ്റി വെച്ചോ എന്നറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം. സർവൈവൽ സീരീസിൽ വാർ ഗെയിം നടത്തുന്നതിനേക്കാൾ മുൻപായിട്ട് ടാഗ് ടീം മാച്ച് ഒന്നും വേണ്ട എന്ന് വേണമെങ്കിൽ ഇവർ ചിന്തിച്ചു കാണും. എന്തായാലും ഫാറ്റൽ 4-way മാച്ചാണ് വെച്ചിട്ടുള്ളത്. റോമൻ ഇല്ല എന്ന് മാത്രം. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.